വയനാട്ടിൽ നിന്ന് പുത്തൂരിലെത്തിച്ച നരഭോജി കടുവയുടെ ശസ്ത്രക്രിയ ഇന്നാണ്. മുഖത്തെ കടുവയ്ക്ക് ആഴമേറിയ മുറിവുണ്ട്. മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലെ ഡോക്ടർ ശ്യാം കെ വേണുവിൻ്റെ സർജറി വിഭാഗത്തിലെ 8 അംഗ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശസ്ത്രക്രിയ. കഴിഞ്ഞ ദിവസമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വയനാട്ടിൽ നിന്ന് ഈ കടുവയെ എത്തിച്ചത്. പ്രത്യേക കൂട്ടിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ. SKN ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വയനാട് വാഗേരിയെ വിറപ്പിച്ച നരഭോജി കടുവ അതിന് മുഖത്ത് ആഴത്തിലേറിയ മുറിവുകളാണുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് അതിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത്. വെറ്റിനറി സർവകലാശാലയിലെ ഈ സർജറി വിഭാഗത്തിന്റെ 8 അംഗ സംഘം അവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ കടുവയ്ക്ക് ശസ്ത്രക്രിയ നടക്കുക. ഇതിന്റെ ഈ മുറിവിന് 8 സെന്റിമീറ്റർ അധികം ആഴമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇതിന് അണുബാധയുണ്ട് എന്നും ഈ പരിശോധനയിൽ ഡോക്ടർമാർ ഏകദേശം നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടി മുന്നിൽ കൊണ്ടാണ് ഇപ്പോൾ ഇതിനെ ഈ ശസ്ത്രക്രിയക്ക് അടിയന്തരമായി വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി കൊണ്ട് തന്നെ മയക്കേണ്ടതുണ്ട്. അതിന് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടക്കം അനുമതി ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുത്തൂരിലെ മൃഗശാല അധികൃതർ അറിയിക്കുന്നത് ഈ കടുവ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ കടുവയ്ക്ക് 5 കിലോ മാംസം നൽകുകയുണ്ടായി. അത് മുഴുവൻ ഈ കടുവ കഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കടുവ കൂട്ടിലായതിനു ശേഷം ഈ ഭക്ഷണം എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലെല്ലാം തന്നെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുത്തൂരിൽ എത്തിയതിനു ശേഷം ഈ കടുവ കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആശ്വാസകരമായ വാർത്തയാണ് എന്നുള്ളതാണ് ഈ മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്ന. ഓക്കെ, താങ്ക് യു സൂരജ്.